ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയൊരു ഡിസൈൻ പഠിച്ചാലോ. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് ഒരു പാർട്ടി ഹെന്ന ഡിസൈനാണ്. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. അത്യാവശ്യം സെയിം എലമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സെമി സർക്കിളാണ് വരച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിംഗ് ചെയ്യാൻ പറ്റിയ എലമെൻറ്റ്സാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ്സ് വരയ്ക്കാൻ ഞാൻ ഇവിടെ ലീഫും സ്പൈറലൊക്കെ കൂടിയ ഒരു ഡിസൈനാണ് വരച്ചു കൊടുത്തേക്കുന്നത്. ഈ ഒരു എലമെൻറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വലുതായിട്ട് വേണം വരയ്ക്കാൻ. ചെറുതായിട്ട് വരച്ചാൽ നമ്മളതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യാൻ നേരത്ത് നമ്മൾ വരച്ചേക്കണ എലമെൻറ്റ് ഭയങ്കര ചെറുതായിട്ട് തോന്നും. അപ്പോൾ അത്യാവശ്യം വലുതായിട്ട് തന്നെ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ഹമ്പുകളാണ് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം അത് ചെറുതായിട്ട് വരക്കുന്നതായിരിക്കും ഭംഗി. പിന്നെ ചെറിയ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം. ചെറിയ ഡോട്ട്സ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ വൈൻസാണ് ഫിൽ ചെയ്യേണ്ടത്. ഈ വൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അതിങ്ങനെ സ്പ്രെഡ് ആവും. വൈൻസ് ഫുൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ തമ്പിൻ്റെ സൈഡിൽ ചെറിയ ഒരു സെമി സർക്കിൾ വരച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ സെയിം പാറ്റേൺ തന്നെയാണ് വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എന്താണോ ഇപ്പുറത്തെ സൈഡിൽ ചെയ്തത് ആ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ വരച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ 2 സൈഡും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ലൈൻ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടല്ല വരയ്ക്കേണ്ടത്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വരച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 ഡോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. വീണ്ടും ആ വൈൻസ് തന്നെ ഫിൽ ചെയ്യാം. നമ്മളിവിടെ 3 വൈൻസാണ് ഫിൽ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വൈൻസ് ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാൻ അവിടെ ഈ ഡിസൈന് കൂടുതലും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് 3 വൈൻസാണ്. വീണ്ടും ആ ഡോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒരു വൈൻ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഫിംഗറിൻ്റെ ക്യാപ്പാണ് ഫിൽ ചെയ്യേണ്ടത്. ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മൾ ക്യാപ്പ് ഫിൽ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നല്ല ഒരു പെർഫെക്ഷൻ ആയിരിക്കും അത് കാണാനായിട്ട്. ഈ ഒരു ഇൻഡെക്സ് ഫിംഗറിൽ മാത്രമാണ് നമ്മൾ ഹമ്പുകൾ ഇടാണ്ടിരുന്നത്. സോ ഇനി ബാക്കിയുള്ള എല്ലാ ഫിംഗേഴ്സിലും നമ്മൾ ക്യാപ്പ് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ചെറിയ ഹമ്പുകളും വരക്കുക. വീണ്ടും ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ കോണിൻ്റെ ടിപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ക്ലീൻ ചെയ്യാണ്ട് അതേപാടി വരച്ചാൽ ആ ഡിസൈനിന് ഒരു പെർഫെക്ഷനും ഉണ്ടാവില്ല, നീറ്റ്നെസ്സും തോന്നില്ല. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് ഡിസൈനായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.